സൂപ്പർ ഡെഡ് കോട്ടയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ തീമിലാണ് സാരി വന്നിരിക്കുന്നത്. വൈറ്റ് ബേസിൽ ബ്ലാക്കിൽ എംബ്രോയിഡറി വർക്കാണ് ഫുൾ ബോഡി വരുന്നത്. നല്ലൊരു ഫ്ലോറൽ പാറ്റേണിലാണ് ആ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഒരു സ്കാലപ്പ് ഫിനിഷിലായിരിക്കും ബോർഡർ വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ഫുൾ ആ ഒരു ത്രെഡ് വീവിലാണ് വരുന്നത് സാരി. ഇതായിരിക്കും സാരിയുടെ ബാക്ക് സൈഡ് വരുന്നത്. നല്ല ഫൈൻ ത്രെഡ് വർക്കിലാണ് അതിന് എംബ്രോയിഡറി വർക്ക് വന്നിട്ട് സ്കാലപ്പ് ബോർഡർ. മുന്താണി ബോഡി എല്ലാം സെയിം പാറ്റേൺ തന്നെ. റണ്ണിങ് ബ്ലൗസ് വരുന്നത് വൈറ്റിൽ തന്നെയാണ്, പ്ലെയിൻ ബ്ലൗസ്. സൂപ്പർ നെറ്റ് കോട്ട തന്നെ ഫാബ്രിക് വരുന്നത്. റിവേഴ്സ് കോമ്പിനേഷനാണ്. ഫസ്റ്റ് സാരിയിൽ വൈറ്റ് ബേസിൽ ബ്ലാക്ക് ആയിരുന്നു ത്രെഡ് വർക്ക് വന്നത്. ഇത് ബ്ലാക്ക് ബേസിൽ വൈറ്റ് ത്രെഡ് വർക്ക് വരുന്നത്. ഡിസൈൻ സെയിം തന്നെ വരുന്നത്. അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. സോഫ്റ്റ് സൂപ്പർ നെറ്റ് കോട്ട. നമുക്ക് ബ്ലാക്ക് ബ്ലൗസും പെയർ ചെയ്യാം. ഈ സാരി ഡിസൈനെല്ലാം കൂടി വൈറ്റ് ബ്ലൗസും പെയർ ചെയ്യാം. രണ്ട് ബ്ലൗസും ഇതിനും കൂടെ ആപ്റ്റ് ആയിരിക്കും. റണ്ണിങ് പല്ലു പ്ലെയിൻ ബ്ലാക്കിലാണ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് സാരി സൂപ്പർ നെറ്റ് കോട്ട തന്നെ, വൈറ്റ് ആണ്. ഇതിൽ നല്ലൊരു സോഫ്റ്റ് പേസ്റ്റൽ പീച്ചിലാണ് ത്രെഡ് വർക്ക് എംബ്രോയിഡറി വർക്കാണ് ബോഡിയിൽ വരുന്നത്. ഫ്ലോറൽ പാറ്റേണിൽ തന്നെ ആയിരിക്കും ആ ഒരു വർക്ക് വരുന്നത്. ബോർഡർ ഇല്ല, വിത്തൗട്ട് ബോർഡർ വന്നിട്ട് നല്ല പാറ്റേണിൽ ഈ ഒരു ഡിസൈനിലായിരിക്കും ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത്. ഒരു ജാൽ പാറ്റേണിലും ഫ്ലോറൽ ഡിസൈൻസിലും സോഫ്റ്റ് പേസ്റ്റൽ പീച്ചിലാണ്. ബോഡി പല്ലു എല്ലാം സെയിം പാറ്റേൺ തന്നെ. പ്ലീറ്റ്സ് വരുമ്പോഴും ഹാഫ് പോർഷനിലായിരിക്കും ആ ഒരു വർക്ക് വരുന്നത്. മുന്താണി സെയിം ലുക്ക് തന്നെ. ബ്ലൗസ് പ്ലെയിൻ. സെയിം അതേ കളർ പാലറ്റ് സെയിം തന്നെ വരുന്നത്. ഓഫ് വൈറ്റ് സൂപ്പർ നെറ്റ് കോട്ട പീച്ച് തന്നെ വരുന്നത്. ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ഉണ്ടല്ലോ, കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്കിന്റെ ആ ഡിസൈനിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. ബാക്കി എല്ലാം സെയിം തന്നെ. അത് നമ്മൾ വളരെ കീനായിട്ട് വാച്ച് ചെയ്താൽ മാത്രമേ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുള്ളൂ. ഇതിൽ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരിക. വിത്തൗട്ട് ബോർഡർ, ഫുൾ ബോഡി സെയിം സ്റ്റൈലിൽ തന്നെ. വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. ചർച്ച് വെയർ ആയിട്ടും അതല്ലാതെ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും എല്ലാം യൂസ് ചെയ്യാവുന്ന സാരിയാണ്. സോഫ്റ്റ് മെറ്റീരിയലാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നല്ല പാറ്റേണുള്ള എംബ്രോയിഡറി വർക്കിലാണ് ഫുൾ ബോഡി വരുന്നത്. വിത്ത് പ്ലെയിൻ ബ്ലൗസ്. അതെല്ലാം നമുക്ക് പീച്ച് കളറിലെ ബ്ലൗസ് ഇടുകയാണെങ്കിലും സാരിക്ക് വേറൊരു ലുക്ക് ആയിരിക്കും വരിക. വൈറ്റ് ഇടുമ്പോൾ വളരെ സട്ടിലായിട്ട് നിൽക്കും. പീച്ച് ഇടുമ്പോൾ കുറച്ചും കൂടി ഒരു കോൺട്രാസ്റ്റ് ലുക്ക് ആയിരിക്കും വരുന്നത്. പീച്ച് വിത്ത് വൈറ്റ് തന്നെ വരുന്നത്. ഇത് തേർഡ് ഡിസൈനാണ് വരുന്നത്. എംബ്രോയിഡറി വർക്കിന്റെ ഫ്ലോറൽ പാറ്റേണിൽ തേർഡ് ഡിസൈൻ. ഈ ഒരു ഡിസൈൻ വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ഓൾമോസ്റ്റ് എല്ലാ ലുക്കും സെയിം തന്നെയാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ വീഡിയോ ആയിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. ആ ഒരു ചെറിയൊരു ഡിഫറൻസിലാണ് സാരിയിലെ ആ ഒരു ഫ്ലോറൽ പാറ്റേൺസ് വരുന്നത്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ വൈറ്റ്. നെക്സ്റ്റ് സാരി ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ കളർ പാലറ്റ് മാറിയിട്ടുണ്ട്. ഇത് വരുന്നത് ഒരു ഗ്രീനിഷ് ഗ്രേ ആണ് സാരി വരുന്നത്. വൈറ്റ് ബേസിൽ തന്നെ ഗ്രീനിഷ് ഗ്രേയിൽ ഈ ഒരു ലുക്കിലായിരിക്കും ഒരു വർക്ക് വരുന്നത്. ഈ ഒരു കോമ്പിനേഷനിൽ ഫസ്റ്റ് ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേൺ ഇതായിരിക്കും പാറ്റേൺ വരിക. എല്ലാ സാരീസും ബോർഡർലെസ് സ്റ്റൈലിലാണ് വരുന്നത്. റണ്ണിങ് പല്ലു സെയിം അതേ വർക്കിൽ തന്നെ വന്നിട്ട് പ്ലെയിൻ വൈറ്റിലായിരിക്കും ബ്ലൗസ് വരുന്നത്. സെയിം കളർ പാലറ്റ് തന്നെ. ആ ഒരു ഗ്രീനിഷ് ഗ്രേയില് സെക്കൻഡ് ഡിസൈനാണ് വരുന്നത്. എംബ്രോയിഡറി വർക്കിൽ സെക്കൻഡ് ഡിസൈൻ. ഇതെല്ലാം ത്രെഡ് വർക്കാണ് കേട്ടോ, പ്രിന്റ് അല്ല. ഫുൾ ആ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്കിലാണ് വരുന്നത്. നല്ലൊരു ഫൈൻ ഫിനിഷിലാണ് ആ ഒരു വർക്ക് വരുന്നത്. മുന്താണി പ്ലെയിൻ ബ്ലൗസ്. ഗ്രീനിഷ് ഗ്രേ വിത്ത് വൈറ്റ് തന്നെ സാരിയുടെ കോമ്പിനേഷൻ. ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. എല്ലാ സാരീസിനും ഫാബ്രിക്കും സെയിം തന്നെയാണ്. സൂപ്പർ നെറ്റ് കോട്ട തന്നെ ഫാബ്രിക് വരുന്നത്. വിത്തൗട്ട് ബോർഡർ, പ്ലെയിൻ വൈറ്റിലായിരിക്കും റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് സാരി വൈറ്റ് ബേസ് തന്നെ വരുന്നത്. ഒരു കോപ്പർ ടോണിലാണ്, ടിൻറ്റഡ് കോപ്പർ ടോണിലായിരിക്കും സാരിയിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ആ ഒരു വർക്കിന്റെ പാറ്റേൺ ഇങ്ങനെ വരും. ഫ്ലോറൽ ഡിസൈൻസ് തന്നെ സെയിം സ്റ്റൈൽ. വിത്തൗട്ട് ബോർഡർ, റണ്ണിങ് മുന്താണി, പ്ലെയിൻ വൈറ്റ് ആണ് ബ്ലൗസ് വരുന്നത്. സെയിം അതേ കളർ പാലറ്റ് തന്നെയാണ്. സെക്കൻഡ് ഡിസൈനാണ് വരുന്നത്. ആ ഒരു ടിൻറ്റഡ് കോപ്പറിൽ തന്നെയായിരിക്കും വരുന്നത്. ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേൺ വരുന്നത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ഓൾമോസ്റ്റ് ലുക്ക് എല്ലാം സെയിം തന്നെ കേട്ടോ. വളരെ കൊച്ചു കൊച്ചു ഡിഫറൻസേ ഉള്ളൂ. ഫ്ലോറൽ പാലറ്റ്സിന് പെറ്റൽസിലും ആ ഒരു ലീഫ് ഡിസൈൻസിലെല്ലാം ചെറിയ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ബാക്കി എല്ലാം സെയിം ലുക്ക് തന്നെയായിരിക്കും വരുന്നത് സാരി. റണ്ണിങ് പല്ലു പ്ലെയിൻ വൈറ്റിലായിരിക്കും ബ്ലൗസ് വരുന്നത്. സെയിം കോമ്പിനേഷൻ തേർഡ് ഡിസൈനാണ് വരുന്നത്. എംബ്രോയിഡറി വർക്കിന്റെ തേർഡ് പാറ്റേൺ ഈ ഒരു പാറ്റേണിലായിരിക്കും വരിക. ഈ ഒരു കളറിലൊക്കെ പ്ലെയിൻ ബ്ലൗസ് നമ്മൾ സിൽക്ക് കോട്ടൺ സിൽക്കിലെല്ലാം കിട്ടും വളരെ അഫോർഡബിൾ ആയിട്ട്.
അങ്ങനെ ഡ്രേപ്പ് ചെയ്യണമെങ്കിൽ നല്ലൊരു ലുക്ക് ആയിരിക്കും കേട്ടോ സാരിക്ക്. ഏത് കളറിലെ വർക്ക് ആണോ വരുന്നത് ആ കളറിലെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ്. സാരിയുടെ കൂടെ വരുന്നത് വൈറ്റ് റണ്ണിങ് ബ്ലൗസ് ആണ് വരുന്നത്, പ്ലെയിൻ വൈറ്റ്. നെക്സ്റ്റ് കളർ വൈറ്റിൽ മസ്റ്റേഡ് യെല്ലോ ആണ്. ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേൺ പറയുകയാണെങ്കിൽ ഈ ഒരു ലുക്കിലായിരിക്കും ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരിക. ഫുൾ സാരി റണ്ണിങ് പല്ലു, വൈറ്റിൽ തന്നെയായിരിക്കും പ്ലെയിൻ ബ്ലൗസ്. സൂപ്പർ നെറ്റ് കോട്ടയിൽ ഫുൾ ബോഡി കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്കിലുള്ള കളക്ഷൻസ് ആയിരുന്നു വന്നത്. നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആയിരുന്നു. ലാസ്റ്റ് സാരി വൈറ്റിൽ ബേബി പിങ്ക് ആണ് ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ കോമ്പിനേഷൻ. സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിലായിരിക്കും ഫ്ലോറൽ ഡിസൈൻസ്. മുന്താണി സെയിം പാറ്റേൺ, പ്ലെയിൻ വൈറ്റിലാണ് വിത്ത് ബ്ലൗസ്.